ഹലോ എവ്രി വൺ, ഞങ്ങളിങ്ങനെ ഫാംസ് നോക്കിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പൊ ഇങ്ങനെ പുല്ലൊക്കെ ഉള്ള ഏരിയ കണ്ടപ്പോ ഒന്ന് അകത്തു കൂടെ ഒക്കെ ഒന്ന് കയറാന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഞങ്ങളെ ഓർമ്മിപ്പിക്കണം എന്താ അറിയോ, प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम. ഞങ്ങൾ കൂടുതൽ ഉള്ളിലേക്ക് പോകുന്നില്ല. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. തിരിക്കൂ ക്യാമറ അവിടേക്ക്. ഞങ്ങൾ അങ്ങനെ പുല്ലില് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ പോകുന്നത്. വാഴത്തോട്ടം എവിടെ? ഇതെന്താ? ഡേറ്റ്സിന്റെ തോട്ടമാണ്. ഓക്കെ, സോമാലിലെ ഡേറ്റ്സിന്റെ തോട്ടത്തിലേക്ക് പോവാണ് ഞങ്ങള്. അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ നാട്ടിലെ വാഴത്തോട്ടം ഉണ്ട്. കണ്ടിട്ട് വരാം. ഡേറ്റ്സ് ഒന്നും കാണാനില്ലല്ലോ. ഇനിയിപ്പം ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ പതിയെ അതിന് ഫ്ലവർ വന്നു തുടങ്ങും. എന്നിട്ട് പിന്നെ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് വീണ്ടും അതിന് പഴുത്ത് തുടങ്ങും. ഈ സമയം ആകുമ്പോഴത്തേക്കും തീരും. അങ്ങനെയാണ്. നല്ല ടേസ്റ്റ് അല്ലേ റോവൽ? അതെ, നല്ല ടേസ്റ്റ്. അതിങ്ങനെ യെല്ലോ കളർ വന്ന് ഇങ്ങനെ ബ്ലാക്ക് കളർ വന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. ജ്യൂസ് അടിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ജ്യൂസ് അടിച്ചു കുടിച്ചിട്ടുണ്ടോ? ഭയങ്കര ഭംഗിയല്ലേ കാണാൻ? ഭയങ്കര. അവിടെ എന്തോ ഒരു ഷെഡ് ഉണ്ട്, കൗ ഷെഡാ തോന്നുന്നു. അത് കൗ ഷെഡ് നോക്കാം. സ്വിറ്റ്സർലൻഡിൽ ഒമാനിലെ കൗ ഷെഡ്. ഒമാനിലെ കൗ ഷെഡ്. ഒന്ന് ഹായ് പറയാൻ വന്നല്ലോ. അവിടെ ഒരു ചെറിയ കൗഷഡ് ഉണ്ടായിരുന്നേ. അതിനകത്ത് ഒരു ബ്രദർ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഇഷ്ടംപോലെ കവുണ്ട്, ബഹൂത്ത് കവുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങുന്നതിന്റെ ആരംഭമായിട്ട് അവിടെ ഒരുപാട് കവുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ പുല്ലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെന്താണ് ഇവിടെ? എനിക്കിത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ പെമോഗ്രനേറ്റ് ആണോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. അത് തന്നെ, കറക്റ്റ് പെമോഗ്രനേറ്റ് ആണ് ഇത്. നമ്മുടെ എന്താ പറയുന്നത്, അതിന്റെ ചെറിയ ടൈപ്പ് ഗ്രനാഡി. ഇത് കണ്ടോ? കണ്ടോ? ഗ്രനാഡിയാണ് ഇത്. കണ്ടോ? ഇത് സ്മോളാണ്. അതിന്റെ ഫ്ലവറാണ് ഈ റെഡ്. രസമില്ല കാണാനായിട്ട്. കണ്ടോ? സ്മോളതെല്ലാം ഇതൊന്നും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയില്ലേ? പഠിക്കാനൊക്കെ സമ്മതിക്കും. ഇതിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വലിയ സൈസാണ്. കഴിയുമായി വരുന്നത് അതാണ്. പക്ഷെ കൊള്ളാം. ഫസ്റ്റ് ടൈം കാണുന്നു. ഫസ്റ്റ് ടൈമാ? ഞാൻ ജോഷുവയുടെ കയ്യിലേക്ക് അങ്ങനെ കുറച്ച് ആ ബ്രദർ കുറച്ച് ഇത് പറിച്ചു കൊടുത്തു ഈ ഗ്രനാഡിന്. പക്ഷെ അങ്ങനെ അപ്പം നേരം പറഞ്ഞത് ഇതിന്റെ സീസൺ അല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നതാണ് പറഞ്ഞത്. നല്ലതാണോ എന്തെന്ന് അറിയില്ല. അങ്ങനെ കൊടുത്തു, അവന്റെ കയ്യിലേക്ക് പറിച്ചു കൊടുത്തു. നമുക്കിനി അപ്പുറത്തേക്ക് പോകാം. അവിടെ പോയി കാണാം എന്തുകൊണ്ട്. ഒന്നൊന്നര കവുവാണല്ലോ ദൈവമേ. വന്നപ്പോ ഒരു ബിഗ് കൗവിനെ കണ്ടു. കണ്ടാൽ തന്നെ അറിയാം, ശരിക്കും ക്ലോസർ വരും. എന്തൊരു ടോളാന്നറിയോ? നാട്ടിലൊന്നും ഇത്രയും ടോളായിട്ടുള്ളൊരു കൗവിനെ കാണാൻ പറ്റില്ല. മക്കളെ, ഇവിടെ വേറെ ടൈപ്പ് കൗക്കളാണ് ഉള്ളത്. ഞങ്ങള് കുണി നടക്കാൻ പോണ അത് പേടിച്ചോടി. ഇവിടെ ഡക്ലിങ്സ്.
ഇത് ഏത് മരാടോ? ഇത് നമ്മുടെ നാട്ടിലെ ഞാവൽപ്പഴം കണ്ടിട്ടില്ല? ഞാവൽപ്പഴം അതായത് നമ്മുടെ പിന്നല്ലാണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഗ്രേപ്സിന്റെ പോലത്തെ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര മധുരമാണ് ഇവിടുത്തെ ഒമാനിന്റെ ഈ ഞാവൽപ്പഴം. സീസൺ എപ്പോഴും അതിന്റെ? അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും തീരും. ഇപ്പൊ ഈ സമയത്തെല്ലാം തീരും. പിന്നെ ഇത് ഇനിയിപ്പോ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും ചൂടുകാലത്താണ്. അത് ഇഷ്ടം. ചെറിയൊരു വാഴത്തോട്ടം ഉണ്ട് ഇവിടെ. പക്ഷേ ഇത് ഓക്കെ ആയിട്ടിരിക്കുന്നതാണ്. ഇത് വിളഞ്ഞ് കിടക്കുന്നതാണ്, മൂത്ത് കിടക്കുന്നതാണ് തോന്നുന്നു. പക്ഷെ മറ്റേതൊന്നും മൂത്തിട്ടില്ല, ചെറുതായിട്ടുണ്ട്. അതിനിടയ്ക്ക് എടുക്കുന്നതൊക്കെ അതൊന്നും മൂക്കാത്തതാണ്. അതൊന്നും മൂത്തിട്ടില്ല, അതൊക്കെ ചെറുതാണ്. അതിനിടയ്ക്കുണ്ട് ചെറുത്, അത് മാത്രമേ ഉള്ളൂ പാകമായി നിൽക്കുന്നതെന്ന് പറഞ്ഞു. അത് സാമ്പാറിൽ ചെറിയൊരു വാഴത്തോട്ടമാണ് ഈ ഫാമിലുള്ളത്. അയ്യോ നോക്കണോടെ വലിയൊരു വാഴത്തോട്ടം. പോയാലോ? അവിടെ പോകാൻ പറ്റുമോ? അവിടെ പോകാൻ പറ്റും, നമുക്ക് നോക്കിയാലോ അവിടെ പോയിട്ട്. അതെ പോവാം. വാഴക്കൊലുണ്ട് അവിടെ, ഫുള്ള് വാഴ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ബിഗ് ബിഗ് വാഴക്കൊല. അതെ അതെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. യെല്ലോ ഫുള്ള് അവിടെ എല്ലാം ഫുള്ള് അത് തന്നെയാണ്. ഓക്കെ, എന്തായാലും ഭയങ്കര സന്തോഷം, ഭയങ്കര എന്താ പറയാ, നല്ല വാഴത്തോടെ നല്ല രസം. നല്ലൊരു പ്ലസന്റ് ഈവനിങ്ങും ആണ് ഈ സമയത്ത്. ആക്ച്വലി നല്ല രസമാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ പറ്റി. പ്ലസ് ഓക്കെ ശരി, അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്. ബൈ ഫ്രണ്ട്സ്, കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ ബൈ.